നിങ്ങൾ അന്വേഷിച്ചിട്ട് മുതിർന്ന ആളുകളോടൊക്കെ ഒന്ന്, ഇത് ഷജറോടല്ല, മുതിർന്ന ആളുകളോടൊക്കെ അന്വേഷിക്കുക. ഇയാൾ മുഷാവറയിൽ എടുത്തന്ന് മുക്കത്തിനെ ഇയാള് പച്ച മൗലാന, ലീഗ് മൗലാന എന്നൊക്കെ അറിയപ്പെടുക. ഈ CPM സൈബർ പോരാളികളുടെ പഴയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. മുക്കം വയസ്സിന്ന് അടിച്ചാൽ അങ്ങനെ കാണും. ലീഗിന് ഓശാന പാടുന്ന ഒരാളായിട്ടാണ് പറഞ്ഞു. എന്നാൽ പോലും ഞാൻ അന്ന് പറഞ്ഞ എന്താ അറിയോ, നമുക്ക് സമസ്തനോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. അയാളെ മുഷാവറയിൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പരമപരിശുദ്ധരായ മുത്തുമുഖലിസീങ്ങളായ ആളുകൾ ഇരുന്ന്, പണ്ഡിതന്മാരിരുന്ന്, മഹത്തായ സമസ്തന്റെ മുഷാവറയിലേക്ക് ഇങ്ങനെ ഒരു സാധനം വരാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സിറ് നിങ്ങൾക്ക് മനസ്സിലാവും. വേറത്ത് കുഴപ്പമുണ്ടായിട്ടില്ല, ആ ഒരു കച്ചറാമ്പി കാക്കയാണ്. മുഷാവറയൊക്കെ അതിനെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എത്താ അതിന്റെ തൊള്ളിയും പള്ളിയാളിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ സമസ്തക്കൊരു വിശുദ്ധി ഇല്ലേ? 1989 മുക്കത്ത് ഉമർ ഫൈസി ഉസ്താദ് അവർക്ക് നന്ദി കോളേജിന്റെ സെക്രട്ടറിയാ. ആ കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കോളേജിന്റെ കാര്യം ശ്രദ്ധിക്കണം, അവിടുത്തെ ശമ്പളം ശ്രദ്ധിക്കണം, അവിടുത്തെ വരുമാനങ്ങൾ ശ്രദ്ധിക്കണം, കെട്ടിടത്തിന്റെ കോൺട്രാക്ട് പണികൾക്ക് അതിന്റെ നേതൃത്വം കൊടുക്കണം. അങ്ങനെ നിരന്തരമായി, അതുപോലെ തന്നെ കോളേജിന്റെ കണക്കുകൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം, കുട്ടികളുടെ ഭക്ഷണ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ AV ഉസ്താദാണെങ്കിൽ അങ്ങ് ഗൾഫ് പോകും, പിരിവിന് പോകും. ഈ സമയത്തൊക്കെ സുന്നി അഫ്കാറിൽ ലേഖനം കൊടുക്കണം, ചന്ദ്രികയിൽ ലേഖനം കൊടുക്കണം, സമസ്തയുടെ പിളർപ്പിന്റെ ആ ഘട്ടത്തിൽ ഇവിടെ നാട് നീളം നടന്ന് പ്രസംഗിക്കണം. അതുപോലെ തന്നെ എല്ലാം. അപ്പൊ അന്ന് വെച്ചാൽ ഒരു 10 കൊല്ലത്തൊക്കെ ചെയ്യേണ്ട സേവനം, 50 കൊല്ലത്ത് ചെയ്യേണ്ട സേവനം 10 കൊല്ലം കൊണ്ട് ഇടത് കൈ കൊണ്ട് ലേഖനം എഴുതിയും വലത് കൈ കൊണ്ട് ലേഖനം എഴുതിയും കുട്ടികളെ അത് കോളേജിൽ നിന്ന് പറഞ്ഞയച്ചും ഈ സുന്നി മുജാഹിദ് പ്രശ്നമുള്ളയിടത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗിനെയും ഒരൊറ്റ മാലയിൽ കോർത്ത മുത്തുകണികളെ പോലെ നിലനിർത്തി പ്രസംഗിച്ച് അവിടെ പ്രശ്നങ്ങൾ തീർത്ത് ഇങ്ങനെ ഒരുപാട് കേസുകളിൽ ഒരു ഉപകാരവും സാമ്പത്തികമായി യാതൊരു ലക്ഷ്യമില്ലാതെ നിസ്വാർത്ഥ സേവകനായ ഷെയ്ഖുനയുടെ പൊരുത്തം നേടിയ ഒരു മഹാപണ്ഡിതനാ ഉമർ ഫൈസി ഉസ്താദ്. ഇത് ഇന്നോ ഇന്നലെയൊന്നും കയറി വന്നതെന്നല്ല, ഭൗതികമായി ഒരുപാട് സുഖങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, കിട്ടുകയും ചെയ്യായിരുന്നു. അതൊക്കെ രാജിവെച്ച്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഈ മനുഷ്യനെ കുലുക്കാൻ മൊഹദാർ തങ്ങളുടെ ജിന്ന്, 2 തായിഫത്ത് ജിന്നുണ്ടല്ലോ, ആ ജിന്നിൽപ്പെട്ട ഒരു കുട്ടിയസനോ ഒരു നാസർ ഫൈസിയോ ഒരു ഓണം പള്ളിയോ വിചാരിച്ചാലൊന്നും ഇവിടെ നടക്കൂല. കാരണം നടക്കാൻ വകുപ്പില്ല. അതുകൊണ്ടാണിത് പിന്നെന്താ, പോയ കാലത്തിൻ്റെ ഇന്നലകളിൽ അതിശക്തമായ ചരിത്രത്തിൻ്റെ വർത്തമാനകാല സംഭവ വികാസങ്ങൾ ഈ സമുദായം പരിശോധിക്കുമ്പോൾ അതിലെല്ലാം ഒരു പടക്കുതിരയെ പോലെ പടവാളായി പരിചയായി സുന്നത്ത് ജമാഅത്തിന്റെ മുന്നിൽ നിന്ന് ധീരവീര പോരാളിയാണ് മുക്കത്തെ ഉമർ ഫൈസി ഉസ്താദ്. ഇതൊക്കെ ഹമീദിന് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഹമീദ് മുജാഹിദായി പോയില്ലേ, എന്ത് ചെയ്യാ. അതാണ് ഖുർആന്റെ ശൈലി, അത് സമസ്തയുടെ ശൈലി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഉമർ ഫൈസിനെ കുറേ ആയിട്ട് കുറ്റം പറഞ്ഞ് കുറേ കഴിയുമ്പോൾ ഉമർ ഫൈസി നമ്മളെ നേതാവാന്ന് പറയുക. ഭിന്ന വീക്ഷണങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം ഉണ്ടോ, അതുകൊണ്ട് വ്യക്തിഹത്യം ചെയ്യാൻ പാടില്ലല്ലോ. ആശയം അവർ പറഞ്ഞ വേടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കുക, പക്ഷെ അത് മാന്യമായ രീതിയിൽ. നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും തങ്ങന്മാരൊന്നും നമ്മളാരും അധിക്ഷേപിക്കില്ല. ഇപ്പോൾ പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് പോലെയല്ല പുറത്ത് നമ്മൾ പറയുക. ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവിടെ 100% അതിശക്തമായി തിരിച്ചടിക്കും. അത് നമ്മളുടെ ഈഗോ പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ പാണക്കാട്ടെ തങ്ങൾ കുറച്ചുകൂടിയൊക്കെ പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. അങ്ങനെ വരും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ വേറിട്ട് പോകാൻ പാടില്ലല്ലോ. നമുക്ക് രണ്ടും ഇവിടെ നിലനിൽക്കണം. ലീഗും ഇവിടെ നിലനിൽക്കണം ശരിയായ രീതിയിൽ, സമസ്ത ഇവിടെ ശരിയായ രീതിയിൽ നിലനിർത്തണം. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഇത് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന അതിൻ്റെ ത്യാഗത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ വിയർപ്പിൻ തുള്ളികൾ അത് നമ്മൾ മനസ്സിലാക്കി. മുസ്ലിം ലീഗിൻ്റെ കാര്യം അറിയിട്ടാ. മുസ്ലിം ലീഗിൻ്റെ സമസ്തൻ്റെ പ്രസിഡന്റ് വരെ കുഞ്ഞാലിക്കുട്ടി സന്ദർശിച്ചോ പറഞ്ഞില്ലേ, ആ കോളേജിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാപ്പയാണ്. എന്താ അതിൻ്റെ സൂചന? ഞങ്ങളെല്ലായിടത്തും സഹായിക്കേണ്ട അടുത്ത് സഹായിച്ചിട്ടുണ്ട്, സഹായിക്കാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഫ്രി തങ്ങളെ നേതാവായിട്ട് പാണക്കാട്ടെ തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെങ്ങനെ പിന്മാറിയാലും ഒരു കുഴപ്പമില്ല. അതുപോലെ മോയിൻകുട്ടി സാഹിബ് മത്സരിക്കുന്നതിൽ ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ നേതാക്കന്മാരൊക്കെ അതിൻ്റെ സമസ്ത നേതാക്കന്മാരെ കാണുകയും അവരൊക്കെ ബിസിനസ്സുകാരും കൂടിയാണ്, തറവാട്ടുകാരാണ്. വല്ലത്തായിപ്പാറയിലെ ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ഉമർ ഫൈസി. അവർക്കൊക്കെ പല ചേട്ടന്മാരും പല ആളുകളായിട്ട് പല ബന്ധങ്ങളും ഉണ്ട്. നിങ്ങൾ വിചാരിച്ച ചില്ലറക്കാരനായ ഒരു ഏപ്പാച്ചി മദ്രസ മാലിയമാണ്, ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. പണക്കാട്ട് മോയി എടുത്ത് നിങ്ങളെ ഈ സമുദായ പാർട്ടിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് മുടി കൂട്ടി പിടിച്ചിട്ട് തോന്നിയ ദിവസം പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ ഒരു അക്ഷരം പറയേ. നിങ്ങൾ ചാണക്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളോ ഏതെങ്കിലും നേതാക്കന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടാ ഒരു ഉളുപ്പില്ലാതെ
കടപ്പുറക്കാരൻ്റെ ബായി തോന്നിയ ദിവസം പറഞ്ഞു പോയിട്ട് ആരെങ്കിലും കാമാന്ന് പറഞ്ഞിക്കാം. എന്നിട്ട് നിങ്ങൾ പാണക്കാട്ട് സ്നേഹം പാടുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്നാ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു ലോജിക്ക് വേണ്ടേ? ഇപ്പൊ പാണക്കാട്ട് തങ്ങൾ വലിയ തങ്ങൾ എന്ന് പറയുന്ന സാധിക്കൽ തങ്ങളെ കോലം കത്തിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രതികരിച്ചിരിക്കുക? ഏതെങ്കിലും ഒരു സമുദായ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിന്റെ സ്നേഹം പറയുന്ന ആളുകളോ ഒരു കാമ എന്നുള്ള അക്ഷരം പ്രതികരിച്ച് നമ്മളെവിടെയും കണ്ടിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വലിയ പാണക്കാട് ഈ പാണക്കാട് കുടുംബത്തിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? എന്നിട്ട് നിങ്ങൾ ഈ അന്തോ ഇല്ലാതെ ഭർത്താനം പറഞ്ഞു ഉടുപ്പില്ല നിങ്ങൾക്ക്? ഇതൊക്കെ ഒന്നും ഇനി നേരം വെളുത്തിക്കില്ല. നിങ്ങളെല്ലാം തലച്ചോറിൽ എന്നാ ഉള്ളത്? ചളിയാണുള്ളത് തലേൻ്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? ഒന്നും ആലോചിച്ച് നോക്കറ നിങ്ങൾക്ക് ഉളുപ്പില്ലാത്ത വർഗം. വഖഫ് പ്രതിഷേധത്തിൽ എന്താ നിങ്ങൾ പള്ളിയിൽ നിന്ന് പ്രതിഷേധം നടത്താണ്ടെന്ന്? മോനെ കാങ്രാജ, കേരളത്തിലെ ഉമ്മത്തിന്റെ മാണിക്യക്കല്ലായ മുത്ത് ജിഫിരി തങ്ങൾ പറഞ്ഞു പള്ളിയിൽ പ്രതിഷേധം വേണ്ട. കേരളം അക്ഷരാർത്ഥത്തിൽ ശിരസ വഹിച്ചു. സമുദായത്തിന്റെ അവസാനത്തെ വാക്ക് ജിഫ്രി മുത്തുകോയത്തങ്ങളാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ഈ സമുദായം എന്ന് പറയുന്നത് ഇവിടെ മെമ്പർമാരെ ഉണ്ടാക്കുവാനും ലിബറലിസം വളർത്താനുമുള്ളതല്ല. നിങ്ങളെ കണ്ണാക്ക് തൊടാതെ വീങ്ങിയില്ലേ? നിങ്ങൾ ആനത്തത്തോടു കൂടി പാണക്കാട്ടെ പള്ളിയിൽ നിന്ന് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുള്ള കെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായില്ല. നമ്മൾ ഉമർ ഫൈസിനെ ഉദ്ദേശിച്ചിട്ട് ഉമർ ഫൈസിനെ പറഞ്ഞവർക്ക് അത് റബ്ബ് കൊടുക്കും. കാരണം പിന്നെ അന്ത്യം മോശമാവുന്നല്ലേ ഉസ്താമാരെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ ഇനി ആര് പറഞ്ഞാലും മൗലിയർ പറഞ്ഞാലും തങ്ങൾ പറയാം ഒരു ഉസ്താദിനെ നമ്മൾ മോശം മാറ്റി എന്തിനും പറഞ്ഞാൽ അത് അന്ത്യം മോശമാവുന്ന. ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ച് കാര്യമില്ല, മൂപ്പരോട് പോയി പൊറുക്കലിനെ ചോദിക്കണ്ടേ, മൂപ്പരോട് പൊരുത്ത് പഠിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വർത്താനം എഴുത്തും വർത്താനം നിർത്തിക്കാണി. ഒരാവശ്യമില്ലാത്ത സംസാരങ്ങൾ അതൊക്കെ. ഉമർ ഫൈസി എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതനാണ്, പിന്നെ മുഷാവറ മെമ്പറാണ്. മുഷാവറ തീരുമാനമെടുക്കും എന്ത് വേണമെങ്കിലും. മൂപ്പരെ ഒഴിവാക്കണ്ടേ, മൂപ്പരെ കുറ്റം പറഞ്ഞവർക്ക് അത് കുറ്റം പറഞ്ഞു നമ്മൾ നോക്കണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പറയണല്ലേ. അത് അവരെ അന്ത്യം മോശമാവും എന്നല്ല ഇങ്ങോട്ട് നമ്മളതിന്റെ പിന്നാലെ ഇങ്ങനെ ഇങ്ങനത്തെ ഈ വേണ്ട വൃത്തിയൊന്നും എഴുതിയിട്ട് കാര്യം ഉണ്ടാകും. എന്തിനാ ആവശ്യമുള്ളതൊക്കെ? മോശപ്പെട്ട വർത്താനല്ലോ അതൊക്കെ. ഈ ലീഗിന്റെ കോട്ടക്കൊത്തളങ്ങൾ കുലുങ്ങിയിട്ട് മുക്കത്ത് ഉമർ ഫൈസിക്ക് ഒരു കുലുക്കവുമില്ല. സമ്പത്ത് കൊണ്ടും ഇൽമ കൊണ്ടും സമ്പന്നമായ ആ തറവാടും ആ കുടുംബവും ആ മഹിമയും ഒരു കോളേജിന്റെ പ്രിൻസിപ്പാളായി, അധിപനായി, സമസ്തയുടെ സെക്രട്ടറിയായി, ഏറെക്കാലം സമുദായത്തിന്റെ ഇടയിൽ ഫിത്നയുണ്ടാക്കിയപ്പോഴൊക്കെ സംരക്ഷകനായി 89-ൽ ഷെയ്ഖുനയുടെ വലം കൈയായി, മുസ്ലിം ലീഗിന്റെ ഇടം കൈയായി പ്രവർത്തിച്ച മൗലാന ഉമർ ഫൈസി മുക്കത്തിന്റെ രോമത്തിന് പോറൽപ്പിക്കാൻ ലീഗിന് സാധിച്ചില്ല. അവസാനം തിരുവമ്പാടി മണ്ഡലം വിജയിക്കാൻ കാല് തിരുമണം എന്ന് പറഞ്ഞു പാണക്കാട്ടെ തങ്ങള്. അങ്ങനെയാണ് കാസിം വന്ന് തിരുമിയത്. നിങ്ങൾ തിരുമിയില്ലെങ്കിൽ നമ്മളെ പാർട്ടി നമ്മൾ വിജയിപ്പിക്കും. കാസിമിയൊക്കെ വേണ്ടപ്പെട്ടോനാ, കാസിമി നമുക്ക് വേണ്ടപ്പെട്ടോനാന്ന് പറഞ്ഞിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെയുള്ള എല്ലാ അച്ഛന്മാരെയും സഹോദരിമാരെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് മെസ്സേജുകൾ നൽകി നല്ല വിജയം കാഴ്ചവെച്ചു. ഈ ഇടതുപക്ഷ തരംഗമൊന്നുമില്ലെങ്കിലും കാസിമി അവിടെ വിജയിക്കും. ഇത്തവണ അങ്ങനെയാണ് കാഴ്ചപ്പാട്.